മുണ്ടക്കൈ ചൂരൽമന പുനരധിവാസത്തിലെ ലീഗ് നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സജ്ജമാക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് പ്രത്യേക താമസ സൗകര്യം ഒരുക്കാനുള്ള ലീഗ് നീക്കം നിർഭാഗ്യകരം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായി നാം മുന്നോട്ടിലാണ് വിമർശനം. നിങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ നേരത്തെ ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ താല്പര്യമായിട്ട് കണ്ടത്. ആദ്യം അതിൻ്റെ കൂടെ തന്നെയാണ് ലീഗും അണിനിരന്നിരുന്നത്. ലീഗിൻ്റെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിലാണ് അവർ വേറെ സ്ഥലമെടുത്ത് താമസിപ്പിക്കുന്ന നില വന്നിട്ടുള്ളത്. ആ താമസിപ്പിക്കുന്നവർ ദുരന്തത്തിനിരയായവർ തന്നെയാണോ അല്ല വേറെ ആളുകളും അതിൽ പെടുവോ? ഇതൊന്നും വ്യക്തതയില്ലാത്ത കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയില്ലാത്ത കാര്യമാണ്. എല്ലാവരും ഇതുമായി സഹകരിക്കാനാണ് തയ്യാറായിട്ടുള്ളത്. നിർഭാഗ്യകരമായൊരു നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന് നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. അതൊരു മാതൃകാപരമായ നിലപാടല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്? അനുജ, പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലാണ് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ലീഗ് സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തെ മുഖ്യമന്ത്രി നിശ്ചിതമായി വിമർശിച്ചത്. നേരത്തെ ലീഗ് തീരുമാനം പ്രഖ്യാപിച്ച് അവിടെ തറക്കല്ലിടുന്ന ഘട്ടത്തിലൊന്നും മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 100 വീടുകൾ പ്രത്യേകമായി നിർമ്മിച്ചു നൽകാനുള്ള ലീഗിൻ്റെ തീരുമാനം നിർഭാഗ്യമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, സമൂഹത്തിന് ഒട്ടും മാതൃകാപരമായൊരു നടപടിയല്ല ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണോ വീട് നിർമ്മിച്ച് നൽകുന്നത് എന്ന കാര്യം സർക്കാരിന് ഉറപ്പില്ല എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. അതായത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ എല്ലാവർക്കും ഒരുമിച്ച് വീട് വെച്ച് നൽകാനാണ് സർക്കാർ ആലോചിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ പുനരധിവാസ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആരോപിച്ചാണ് ലീഗ് പ്രത്യേകമായി പുനരധിവാസ നടപടികളുമായി നീങ്ങിയത്. ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് ഈ പ്രത്യേകിച്ച് പദ്ധതി ആരംഭിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ലീഗ് മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിലാണ് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിന് പുറത്ത്, ടൗൺഷിപ്പിന് പുറത്ത് താമസ സൗകര്യം ഒരുക്കുന്ന മുസ്ലിം ലീഗ് നിലപാടിനെ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിമർശിച്ചത്.